NCPയിൽ നിന്നും ദേശീയ സെക്രട്ടറിയും ജില്ലയിലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഉൾപ്പെടെ 100ഓളം പ്രവർത്തകർ രാജിവെച്ചു. പാർട്ടിക്ക് വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുക്കുന്ന നിസ്വാർത്ഥരായ പ്രവർത്തകർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും പ്രചരണം നടത്തുകയും ചെയ്യുന്ന കുട്ടനാട് MLA തോമസ് കെ തോമസ് സംസ്ഥാന അധ്യക്ഷനായി വരുന്ന പാർട്ടിയിൽ തുടരാൻ താൽപര്യമില്ലാത്തതിനാലാണ് രാജിയെന്ന് പാർട്ടി വിട്ടവർ പറഞ്ഞു. NCP ശരത് പവാർ വിഭാഗത്തിൽ നിന്നും ദേശീയ സെക്രട്ടറി, ജില്ലയിലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എന്നിവർ ഉൾപ്പെടെ 100ഓളം പ്രവർത്തകർ രാജിവെച്ചതായി രാജിവെച്ചവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞാൻ NCPSന്റെ ദേശീയ സെക്രട്ടറിയാണ്. കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഞാൻ കണിച്ചുകുളങ്ങര പോയിട്ട് നമ്മുടെ ആദരണീയനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ അസുഖ വിവരം തിരക്കി പോയായിരുന്നു. അതിൻ്റെ പേരിൽ നമ്മുടെ NCPയുടെ തന്നെ MLA ആയിട്ടുള്ള തോമസ് കെ തോമസ് എനിക്കെതിരെ വ്യാപകമായിട്ട് പരാതി ദേശീയ നേതൃത്വത്തിൽ കൊടുക്കുകയും NCPയുടെ തന്നെ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലും നിരന്തരമായ ഓരോ ആൾക്കാരെ വച്ചിട്ട് ആക്ഷേപങ്ങൾ വെള്ളാപ്പള്ളി നടേശനെതിരെയും എനിക്കെതിരെയും ആരോപിച്ചു വരികയാണ്. അതുപോലെ തന്നെയാണ് നമ്മളൊരു സബർമതി എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. അതിൻ്റെ നേതൃത്വത്തിൽ ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പരിപാടി, അതായത് ബനിയൻ വേസ്റ്റ് നിർമ്മാണം എന്ന് പറയും. നമ്മൾ തിരുപ്പൂരിൽ നിന്ന് സാധനം കൊണ്ടുവന്ന് അവരെ കൊണ്ട് ജോലി ചെയ്യിച്ച് അവർക്ക് കൂലി കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അത് നമ്മൾ ചിത്രരഞ്ജന വെച്ച് ഉദ്ഘാടനം ചെയ്യണമെന്ന് തീരുമാനിച്ചപ്പോൾ അതിനെതിരെയും പുള്ളി പ്രശ്നമുണ്ടാക്കിയിട്ട് കുട്ടനാട്ടിൽ അങ്ങനെ ഒരു പരിപാടി വേണ്ടെന്നും കുട്ടനാട്ടിൽ NCPയുടെ പേരും പറഞ്ഞ് ആരും കടക്കണ്ടെന്ന് പറഞ്ഞ് വ്യാപകമായിട്ട് അതിലും പ്രശ്നമുണ്ടാക്കി. അപ്പോൾ നിരന്തരം പുള്ളി ഈ രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കണിച്ചുകുളങ്ങര തന്നെ ഞാൻ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ ബഹുമാന്യനായ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ടതിൻ്റെ പേരിൽ വീണ്ടും എനിക്കെതിരെ ശരത് പവാർജിക്ക് പരാതി കൊടുക്കുകയും എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ നടത്തി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്വയം NCPS എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ സുഖവിവരം തിരക്കി അവിടെ പോയില്ല. ആദ്യമായിട്ട് എനിക്ക് ഏതൊരു ബന്ധവുമില്ല. ഞാൻ ആദ്യമായിട്ട് പോകുന്നത് ഈ കൂട്ടത്തിൽ തന്നെയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ. പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി രാപകലില്ലാതെ പണിയെടുക്കുന്ന പ്രവർത്തകർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും പ്രചാരണം നടത്തുകയും ചെയ്യുന്ന കുട്ടനാട് MLA തോമസ് കെ തോമസ് സംസ്ഥാന അധ്യക്ഷനായി വരുന്ന പാർട്ടിയിൽ തുടരാൻ താൽപര്യമില്ലാത്തതിനാലാണ് രാജിയെന്ന് മുൻ ദേശീയ സെക്രട്ടറി സതീഷ് തോന്നയ്ക്കൽ, ജില്ലാ സെക്രട്ടറി വാഹിദ് പുത്തൻപുരയ്ക്കൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മർഫി വേളൂർവട്ടം, അനീഷ് ധർമ്മ, അരൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K ബഷീർ, ആകാശ് മോഹൻ എന്നിവർ പറഞ്ഞു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ കണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ പോയി സന്ദർശനം നടത്തിയതിന്റെ പേരിലും സബർമതി എന്ന പേരിൽ വനിതകൾക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതി ആലപ്പുഴ ബ്ലോക്കിൽ ആലപ്പുഴയിലെ MLA PP ചിത്തരഞ്ജനെ കൊണ്ട് നടത്തിക്കുവാൻ ആലോചിച്ചത് അറിയിക്കുകയും ചെയ്തതിന്റെ പേരിൽ സതീഷ് തോന്നയ്ക്കലിനെതിരെ തോമസ് കെ തോമസ് ദേശീയ നേതൃത്വത്തിന് അടിക്കടി പരാതി നൽകിയതിനെ തുടർന്ന് ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് നേരിട്ട് സതീഷ് തോന്നയ്ക്കലിനെ വിളിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മറുപടിയും നൽകിയതായി സതീഷ് തോന്നയ്ക്കൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിസന്നദ്ധത അറിയിക്കുകയും ചെയ്തതായി സതീഷ് തോന്നയ്ക്കൽ പറഞ്ഞു. തോമസ് കെ തോമസിന്റെ അധിക്ഷേപത്തിൽ സംസ്ഥാനത്താകെ വിഘടിച്ചു നിൽക്കുന്ന നേതാക്കളുമായി കൂടിയാലോചിച്ച് തുടർ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും ഇവർ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.